ഞാനിന്നൊരു പോർക്ക് കറിയാണ് വെക്കുന്നത്. ഞാനിതിന് ഇതുണ്ട് വെളുത്തുള്ളി, ഇഞ്ചി, 2 സവാള, 5 to 10 ചെറുള്ളി, 2 സവാള, 3 പച്ചമുളക്, ഒരു വലിയ 2 കഷ്ണം തേങ്ങയുടെ കൊത്തെല്ലാം കൂടെ ഇട്ട് ഞാൻ വഴറ്റി കഴിക്കുകയാണ്. നമുക്ക് 2 കറിവേപ്പിലയുടെ ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ കാശ്മീരി, 2 സ്പൂൺ എരിയുള്ള മുളക് ഇട്ട് കൊടുത്തു. 1 സ്പൂൺ മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ടിരുന്നു, 1/2 ടീസ്പൂൺ. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മീറ്റ് മസാല നമ്മൾ ഇട്ടില്ല. ഇപ്പോൾ ഇതുണ്ട് 1.5 സ്പൂൺ മീറ്റ് മസാല, 1 സ്പൂൺ ഇട്ടു, 1.5 സ്പൂൺ ഇളക്കി കൊടുക്കാം. അരപ്പൊക്കെ നല്ല ഇത് വഴറ്റിയതെല്ലാം നല്ല മെറൂണായിട്ടുണ്ട്. നമുക്ക് പോർക്ക് ഇട്ട് കൊടുക്കാം. 1 കിലോ പോർക്കാണ്. ഇളക്കി കൊടുക്കാതെ ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല, ഇളക്കി കൂട്ടിയിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ്, നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നത് കണ്ടോ. നമ്മുടെ പോർക്ക് കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ മീറ്റ് മസാല 1.5 സ്പൂൺ ഇട്ടിരുന്നു. ഇനി നമ്മൾ സ്വന്തമായിട്ട് പൊടിച്ച മസാലയുണ്ട്, അതൊരു 1/2 ടീസ്പൂൺ ഇടും. ഇതാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ മസാല കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. നമുക്ക് ഇളക്കി കൊടുക്കാം. നമുക്ക് ഓഫ് ചെയ്യാം. ഇന്നിത് നമ്മൾ കപ്പ കുഴച്ചതും പോർക്ക് കറി. നമ്മുടെ പോർക്ക് കറി കപ്പയുടെ മുകളിലോട്ട് കറി ഇങ്ങനെ കോരി ഒഴിക്കും നമ്മൾ. എന്താ ചാറ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.